ഗൈസ്, വീഡിയോഗ്രാഫർ ദിവ്യാട്ടൻ്റെ ഒപ്പം ഫുൾ മഴയാണ് കേസ്. ഇതാ ക്യാമറയെല്ലാം കുപ്പായത്തിനുള്ളിലേ ഇതാ പെർളശ്ശേരി ടെമ്പിളിലുണ്ട്. നമ്മൾ ഫുൾ പെട്ട് നിൽക്കുവാണ് ഇപ്പോൾ ഇവിടെ. ഗൈസ്, നമ്മളങ്ങനെ ഷൂട്ടിന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാ എന്നെ അടിക്കുന്നു ദിവ്യാട്ടൻ, ടീംസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇതാ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാ. അയ്യോ ഗൈസ്, നമ്മളങ്ങനെ ദിവ്യാട്ട ടെമ്പിളിന്റെ പേരെന്നാ മുച്ചുകുന്ന ശിവ ടെമ്പിളിനെ വന്നു. അങ്ങോട്ടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഷൂട്ടിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇതാ ദിവ്യാട്ടുണ്ട്, ഉണ്ട്. അപ്പോൾ ഇതാ മാപ്പിലിട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് 1 മണിക്കൂറും 4 മിനിറ്റും ആണ് കാണിക്കുന്നത്. അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മളെ പാട്ടുകാരൻ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. നമ്മളെ ലൊക്കേഷനിലേക്ക് ഒരു ഹായ് പറയൂ മിസ്റ്റർ. അപ്പോ ഓക്കെ, ഇന്ന് യൂട്യൂബിൽ വരും ഗൈസ്. 14 മിനിറ്റിന് കൊണ്ട് നമ്മൾ ലൊക്കേഷനിൽ എത്തുന്നതായിരിക്കും ഗൈസ്. നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നു, അങ്ങോട്ടേക്ക് പോകുന്നു ഗൈസ്. ഇതാണ് ഫ്രണ്ടിലേക്കുള്ള വ്യൂ. ഇതാ എവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി കാലത്ത് 7 മണി മുതൽ 11 മണി വരെ മാത്രമേ ഉള്ളൂ. അതാ ഫോട്ടോ എടുക്കുന്നവർ അടച്ച് മുൻകൂട്ടി അനുവാദം വാങ്ങണം ഗൈസ്. നമ്മൾ ലൊക്കേഷനിലെത്തിയതാ. നമ്മൾ ഷൂട്ടിന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മളെ ദുബായിൽ നിന്ന് വന്ന മോഡൽ. ഇത് പഴയ മോഡൽ. ഇത് കേരളത്തില്, നമ്മള് കേരളത്തില് 1984 അങ്ങനെ നമ്മൾ പോകുന്നു. ഇവിടെ ഫോട്ടോ എടുക്കാനല്ലേ നിർദ്ദേശങ്ങളിൽ ഇവിടെ ഉണ്ട്. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി എന്നിവയ്ക്ക് 400 അടച്ച് മുൻകൂട്ടി അനുവാദം വാങ്ങണം എന്നെല്ലാം ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് ഫേമസ് ആയിട്ടുള്ള ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ശ്രീ മുച്ചുകുന്ന് ശിവൻ്റെ ഒരു ഏരിയ ടെമ്പിളാണിത് ഗൈസ്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലേക്ക് പോകുന്നു. ഭയങ്കരമായിട്ട് ഫേമസ് ആയ അമ്പലം ഇത്. നമ്മളെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലേ ഒരു ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം 11 മണിക്ക് മുമ്പായിട്ട് വരാൻ പറ്റുമോ നോക്കുക ഇവിടെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഗൈസ്. ഇതാണ് ഇവിടുത്തെ പ്രസാദം. ഇപ്പോൾ ഇവിടുന്ന് വന്നേരം കിട്ടിയതാ. ഓക്കെ, അങ്ങോട്ടേക്കാണ് കുളം. നമ്മളിത് അങ്ങോട്ടേക്ക് പോകുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലേക്ക് പോകുന്നത് ഗൈസ്. ഇത് ഇങ്ങോട്ടേക്കുള്ള വ്യൂ നോക്കി, ഗ്യാപ്പിൽ വ്യൂ നോക്കൂ, കിടിലം വ്യൂ. അങ്ങനെ നമ്മൾ കുളത്തിലേക്ക് പോകുകയാണ്. ആരല്ലോ കുളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, മീൻസ് നീന്തുന്നുണ്ട്. പക്ഷെ ഇതാണ് ആ കുളം, നോക്കൂ. ഇതാണ് ഗൈസ് ആ കുളം. ആഴ്ച അങ്ങനെ ഇരുന്നോ, നല്ല രസമുണ്ട് ഗൈസ്. മോഡൽ രാവിലെ മുതലേ വെള്ളത്തിലാണ്. നമുക്ക് ഇതാ നമ്മൾ നല്ല മഴ പെയ്തു. നമ്മളിതാ കുടേൻ്റെ ഉള്ളിൽ പെട്ടിട്ടില്ലേ. അടുത്ത ഷൂട്ടിന് വേണ്ടിയിട്ട് മോഡലിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. നല്ല മഴയും പെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, എല്ലാവരും ബാക്കിലുണ്ട്. ഇപ്പം മഴയെല്ലാം പെയ്ത് കഴിഞ്ഞ് ഇവിടെ കുറച്ച് ആൾക്കാർ നീന്തുന്നുണ്ട്. ആരുമില്ല ഗൈസ്, നമ്മൾ മാത്രം. അത് ഫുള്ള് വെള്ളം നന്നിട്ട് നോക്കി, ഭയങ്കര രസം. റെഡ് സാരിയും. ടയർഡായി ഗൈസ്. അങ്ങനെ ഷൂട്ട് ചെയ്യട്ടെ. നല്ലോണം ചെയ്തു, കുറച്ചും കൂടി നേരെയായിരിക്കും. ഓക്കെ, ജസ്റ്റ് ആ നേരത്തെ കൈവച്ച ചേച്ചി ഇവിടെ കൈവച്ചിട്ട് കുറച്ചും കൂടി അടുത്തേക്ക് വന്നേ. ക്യാമറയിലേക്കൊക്കെ ഇവിടുന്ന് ഒന്നും കൂടി ലുക്ക് ചെയ്ത് മൂക്ക് നോക്കി ക്യാമറയ്ക്ക്
അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഗൈസ് കുളം നോക്കൂ. ഈ സൈഡ് ഫുൾ കാട്. കുളം നല്ല രസമുണ്ട്. ഇപ്പോഴും നല്ല മഴ പെയ്ത് തോറുന്നത്തെ. ഗൈസ് ഇത് നോക്കൂ. ഇവിടെ അല്ലാത്ത സമയം ഫുൾ ഫോട്ടോഗ്രാഫർ ആയിരിക്കും. കാരണം ഇതൊരു ഫേമസ് ആയ കുളമായിരുന്നു. കാരണം റീലിലും അവിടെ ഇവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വിഷ്വല്. ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. അവരെല്ലാം അവിടെ ഉണ്ട്. ഞാനതാ ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതാണ് ബാക്ക്ഗ്രൗണ്ടിലാണ് കുളം. ഇതാ ഫുള്ളൊരു ചുറ്റൊരു കാട്, അതിൻ്റെ നടുക്ക് കുളം. വിദ്യാർത്ഥി അങ്ങനെ നോക്കുന്നുണ്ട്. ആ ഗൈസ് നോക്കൂ, ഭയങ്കര ആംബിയൻസാ ഗൈസ്. അങ്ങനെ നമ്മളിവിടുന്ന് പാക്കപ്പ് ആവാൻ വേണ്ടി പോവുകയാണ്. ആരുമില്ല, വിശാല സുന്ദരമായ സ്ഥലം. നോക്കുക, ഫുൾ കാട്, അതിൻ്റെ നടുക്കാണ് ഈ കുളം. അങ്ങനെ നമ്മളിത് വൈൻഡപ്പ് ആക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളിതാ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കുളം. നമ്മളിപ്പോൾ ഇതാ എവിടെ നിന്നിപ്പോൾ പാക്കപ്പ് ആവാൻ പോവുകയാണ് ഗൈസ്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാവിലെ മാത്രം പൂജയുള്ളൊരു അമ്പലമാണ്. ഇവിടെ വൈകുന്നേരം പൂജയില്ല. പിന്നെ പോരാത്തതിന് ഇവിടുത്തെ ഒരു ഉത്സവം എന്ന് പറയുന്നത് ഫുൾ സൈലൻ്റ് ആയിട്ടാണ്. അതുമാത്രമല്ല ഇവിടെ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഇതുമില്ല. ഫുൾ പക്ക ട്രഡീഷണൽ അമ്പലം എന്ന് വെച്ചാൽ പക്ക ട്രഡീഷണൽ അമ്പലമാണിത്. പിന്നെ ഫുൾ പന്തം പരിപാടി അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ രാവിലെ മാത്രമേ പൂജയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുളത്തിൽ വന്ന എല്ലാവരും ഇതൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരിത്. വൈകുന്നേരം പൂജ ഇല്ലാണ്ടിരിക്കുന്നതിൻ്റെ കാരണം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം സൈലൻ്റായിട്ട് ഈ അമ്പലം ഉണ്ടാവണം എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഇതിൻ്റെ റൂളിനെ തെറ്റിച്ചിട്ട് കുളത്തിൽ വന്ന് കുളിക്കും, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അതുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റി തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു നിലപാടെടുത്തിട്ടുണ്ട്. 11 മണിക്ക് ശേഷം വേറൊരാളും ഇങ്ങോട്ടേക്ക് ഏടാക്കൂല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരു ബഹളം പരിപാടി ഇവിടെ പറ്റില്ല. ഫുൾ സൈലൻസ്, പീസ്ഫുൾ, ആ ഒരു രീതിയിലാണ് ഈ അമ്പലം ഉള്ളത്. അപ്പോൾ വരുന്നവരെല്ലാം ഷൂട്ടിന് വരുന്നവരെല്ലാം ഒരു 11 മണി ആ ഒരു സമയമാകുമ്പം അതിനുള്ളിൽ എത്താൻ ശ്രമിക്കുക. കാരണം നമ്മൾ അത്രയും ലോങ്, നമ്മളിപ്പോൾ ചേച്ചി ദുബായിൽ നിന്ന് വന്നു, നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടോളം കോഴിക്കോട് ഈ ഒരു ഇങ്ങോട്ടോളം ട്രാവൽ ചെയ്തിട്ട് വന്നു, രാവിലെ വിട്ടതാണ്. അപ്പോൾ അതെല്ലാം കൊണ്ട് അവർ പിന്നെ വെഡ്ഡിങ് ഷൂട്ടൊന്നും ആയിരുന്നില്ല, ജസ്റ്റ് ചേച്ചിക്ക് 2 ഫോട്ടോ എടുക്കാൻ എന്നുള്ള രീതിയിൽ മാത്രം വന്നതാണ്. അതുകൊണ്ട് അവർ വിട്ടു. വെഡ്ഡിങ്ങിലാണെങ്കിൽ എന്തായാലും സ്ട്രിക്റ്റായിട്ട് നിങ്ങളൊരു 11 മണിക്ക് മുമ്പായിട്ടെങ്കിലും ഈ അമ്പലത്തിൽ എത്തിച്ചേരണം, എന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ ഗൈസ്. ഗൈസ് ഇത് നോക്കൂ, ഫുള്ളൊരു കാട്ടിനെ നടുക്ക് എന്ന് വേണ്ടിയിട്ട് പറയാം. ഇവിടുത്തെ ഒരു പ്രകൃതിനെ ഇവർ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഈ പച്ചപ്പും ഇതെല്ലാം അങ്ങനെ തന്നെ വെച്ച് അതിൻ്റെ നടുക്കൊരു അമ്പലം, ഒന്നിലൊരു കേടുപാട് സംഭവിക്കാത്ത രീതിയിൽ തന്നെ ചെയ്തതാണ്. കാരണം ഒരു കാട്ടിൻ്റെ നടുക്ക് കുറേ മരങ്ങളുടെ നടുക്ക് നല്ല തണുപ്പില്ലൊരു ഏരിയ, നല്ലൊരു കുളം, ആ ഒരു രീതിയിലാണ് ഈ അമ്പലം ഉള്ളത്. ഇങ്ങോട്ട് കാര്യങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ ടെമ്പിളിൻ്റെ നെയിം മുച്ചുകുന്ന് ശ്രീ കോട്ടയിൽ ക്ഷേത്രം എന്നൊന്ന് ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുന്നതായിരിക്കും. ഇവിടെ ഫോട്ടോ എടുക്കാനും മറ്റും പിന്നെ ഇതൊക്കെയുണ്ട്, നമ്മളെ പേയ്മെൻറ്റും കാര്യങ്ങളും അടക്കണം. ഇതാണ് ഇവിടുത്തെ ഇതിൻ്റെ ഡീറ്റെയിൽസ്, പൂജേൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇതാ ഇവിടെയുണ്ട്. ഇത് രണ്ടുമാണ്. എന്തായാലും ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല വൈബാ. കാരണം ഈ ഒരു ടെമ്പിള് ഭയങ്കര രസമാണ് കാണാൻ ഗൈസ്. അങ്ങനെ ഗൈസ് ഇവിടെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു നാഗത്തിൻ്റെ സംഭവങ്ങളുണ്ട്. നമുക്കങ്ങനെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നോക്കൂ, ഒരു കാട്ടിന് നടുക്ക് വേറെ വൈബ് ഗൈസ്. സീൻ വരാൻ പറ്റുന്നവരിലൊന്ന് വരിക. ബട്ട് ഇവിടെ ഒന്നിനും കമ്മിറ്റിക്കും ഈ ക്ഷേത്രത്തിനൊന്നും ഒരു രീതിയിൽ നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വരിക, കാണുക, പോവുക എന്ന് മാത്രം.